പുരുഷപീഡനം എന്ന് ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ട് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുമ്പൊരിക്കൽ ഞാൻ ഈ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സ്ത്രീകളുടെ പീഡനങ്ങൾക്കെതിരെയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ പല എൻ്റെ മിക്കവാറും ജഡ്ജ്മെൻറ്റുകൾ പോലും ആ രീതിയിലായിരുന്നിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അത് അനിവാര്യതയായിരുന്നു എന്ന് തന്നെയാണ്. അല്ല, ഞാൻ തെറ്റ് ചെയ്തതായിട്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു അഭിഭാഷകൻ, ഒരു തൃശ്ശൂരാണ് അത് ആരാന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി ഞാൻ കൂടുതൽ അയാളെ നോട്ട് ചെയ്യത്തക്കൊണ്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞ ഒരാൾക്ക് മനസ്സിലായി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരു യുവ അഭിഭാഷകൻ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇതിങ്ങനെ ഈ പുരുഷന്മാർ ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചിലരൊക്കെ ഉണ്ടായിരിക്കും. അത് അന്ന് അത്രയും അന്ന് കുറവാണ്. ഇതിന് ശേഷം ഉണ്ടല്ലോ, അയാളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യമാണ്, അയാൾ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ട ആളാണ്. അയാൾ വളരെ ബുദ്ധിമുട്ടി. അവസാനം അതുപോലെ പീഡനം സഹിച്ചിട്ട് അയാൾ അകന്നു കഴിയുകയാണ് ഭാര്യയുമായിട്ട്. അപ്പോൾ അയാൾ എന്നിട്ട് അതിന് ഡൈവോഴ്സിന് മൂവ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് അയാൾ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച്, ഞാൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കരുത്, പുരുഷപീഡനം നടക്കുന്നു എന്നത് എന്നെ ബോധ്യപ്പെടുത്താനാണ്. ഇപ്പോൾ ഇതേപോലെ കുറേ ആളുകൾ, അവർ കൂടുതലും പ്രവാസികളാണ്, പ്രവാസി സഹോദരങ്ങളാണ്, ഒരുപാട് പേര് പുരുഷന്മാർ. അവർ ഈ അടുത്ത സമയത്ത് ഏതാണ്ട് ഒരു 4-5 മാസം, 5-6 മാസം മുമ്പാണ് എന്നെ ഒരു സ്ഥലത്ത് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഒരു യോഗം ഉദ്ഘാടനം ചെയ്യാൻ. അവരുടെ ഒരു സമ്മേളനം, പുരുഷന്മാരുടെ, പീഡിതരായ പുരുഷന്മാരുടെ ഒരു സംഘടനയാണത്. അതിനകത്ത് സ്ത്രീകളും ഇരിപ്പുണ്ട്. അവരുടെ കൂടെ പല സ്ത്രീകളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കാരണം അവിടെ പറയുന്ന കാര്യങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ ഒരുപാടുണ്ട്, പലതുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ധാരാളം ആൾക്കാർ, ഒരുപാട് പേര് വരും. എന്നെ ഓരോ അഡ്വൈസ് ചോദിക്കാനും കൺസൾട്ടേഷനും ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട്. ആ വരുന്ന പുരുഷന്മാർ വരുന്ന ഏതാണ്ട് മിക്ക ആളുകളും പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പോയ ഒരാളുണ്ടല്ലോ, അയാൾ ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് പറഞ്ഞു പോയി. അയാളുടെ 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ അയാളുടെ ഭാര്യ നോക്കത്തൊന്നുമില്ല. ഭാര്യയ്ക്ക് തോന്നിയ ദിവസം പോലെ ഇറങ്ങിപ്പോവും. അവസാനം ഇയാൾ ഇവളുടെ കൂടെ താമസിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇയാൾ അവസാനം വിചാരിച്ചെന്നാൽ അങ്ങ് മാറി താമസിക്കാമെന്ന് പറഞ്ഞ് ഇയാൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അയാൾ വേറെ പോയി താമസിച്ചു. അയാൾക്കെതിരെ എന്നിട്ട് അതുകൊണ്ട് കുഞ്ഞിൻ്റെ കസ്റ്റഡി ചോദിച്ചുകൊണ്ട് ഈ സ്ത്രീ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിനകത്ത് എന്താ പറഞ്ഞതെന്നറിയാമോ? ഇയാൾ ഈ 3 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു, ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നാണ്. എളുപ്പമുണ്ട് പറയാൻ ഈ കാർഡ്. ഇതങ്ങ് പറയും, ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. ഇത് കൊടുത്തിട്ട് അയാൾ അവസാനം എന്തെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞു, സാറേ, ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല, എനിക്കെൻ്റെ ഈ കുഞ്ഞിൻ്റെ മുഖത്തിനി നോക്കാൻ ഒക്കത്തില്ല. അയാളുടെ അച്ഛനെയും അമ്മയും ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. ഇതുപോലെ ആത്മഹത്യ ചെയ്തേക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ലെന്നുള്ളതല്ല, പക്ഷേ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് പോലെ അതിൻ്റെ അത്രയും എണ്ണമില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഏതാണ്ടൊക്കെ ഒന്നിടക്കെ ഒരു 3-1 ഇതുപോലെ പീഡനം സഹിക്കുന്ന പുരുഷന്മാരുണ്ട്. ഈ അടുത്ത സമയത്ത് വന്ന ഒരാൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത് ആണെന്നുണ്ടെങ്കിൽ, അയാളോടൊപ്പം അയാളുടെ ഭാര്യ താമസിക്കുക. അവർ മാനസിക രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുമായിട്ട് വേറെ ശാരീരിക ബന്ധമൊന്നുമില്ല. ഒരിക്കൽ നേരത്തെ ഉള്ള ബന്ധത്തിൽ നേരത്തെ ഇവർ ആദ്യം വിവാഹം ശേഷം ബന്ധപ്പെട്ട് ഒരു കുഞ്ഞ് ജനിച്ചു. 2 പേരും മുമ്പ് ഓരോ വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അത് ഒഴിഞ്ഞു നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ അവർ ഇതുപോലെ കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ആദ്യമൊക്കെ പ്രശ്നമില്ലായിരുന്നു. ഇവൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ മുതൽ പതുക്കെ തെറ്റാൻ തുടങ്ങി. അവസാനം ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞാണ്. അതിനിപ്പോൾ 4-5 വയസ്സുണ്ട്. അപ്പോൾ ഇയാൾ നോക്കണം ഈ കുഞ്ഞിനെ. കാരണം ഇവിടെ ഇറങ്ങി നടന്നിട്ട്
വേറെ ജോലിയുണ്ട് അവൾക്ക്, നല്ല വരുമാനമുണ്ട്. ഇയാളുടെ പേര് കേസും കൊടുത്തിട്ട് അതിന് ചെലവിനും വാങ്ങിച്ചുകൊണ്ടിരിക്കുക വീണ്ടും. ഇയാളുടെ കൂടെ താമസിക്കുകയാണ്, ഒരു കുഴപ്പമില്ല. സംഭവം അതാണ്. എന്നിട്ടെന്താ, നല്ല വരുമാനമുണ്ട്. ഏതാണ്ട് 1,00,000 രൂപ 1,50,000 രൂപ മാസം കിട്ടുന്നുണ്ട്. സാലറിയുള്ള ഒരു ലേഡിയാണ്. എന്നിട്ട് ഇയാൾ ഈ കൊച്ചിനെ നോക്കുന്നത് ഇയാളാണ്. ഇയാൾ ഈ കൊച്ചിനെ നോക്കിയിട്ട് അതിന് ആഹാരം കൊടുക്കും, ഇതെല്ലാം ചെയ്യുന്ന ഇയാളാണ്. അന്നേരം ഈ കൊച്ചിനെ പഠിപ്പിക്കും ഇയാൾ, സ്കൂളിലൊക്കെ ഇതെല്ലാം ഇയാളുടെ ജോലിയും കഴിഞ്ഞിട്ട് പഠിപ്പിക്കുമ്പോഴെല്ലാം വന്ന് മുഴുവൻ അതിൽ നടന്ന് വീഡിയോ എടുക്കും, റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെന്നറിയോ, ഇയാൾക്കിപ്പോൾ പേടി. എന്നിട്ട് പോലീസൊരു പരാതി കൊടുത്തു ഇയാൾ ഈ കൊച്ചിനെ പീഡിപ്പിക്കുന്നെന്ന്. പോലീസുകാർ വന്നിട്ട് ഈ കുഞ്ഞിനെ ചൈൽഡ് ലൈനിൽ നിന്ന് ആളുകൾ വന്നു, ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ഒക്കെ വന്നു ഈ കുഞ്ഞിനെ വിളിച്ച് അവർ കാര്യമായിട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. കാരണം ഇയാൾ ഈ കുഞ്ഞിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുത്തു വെക്കും, ഫോട്ടോ എടുക്കും. ഇതെന്തിനാ ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു എന്ന് കാണിക്കാൻ. ഇപ്പോൾ ഇതാണ് സംഭവം. അയാൾ എന്ത് ചെയ്യും എന്നെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്ക് ഇവരെ വിവാഹമോചനം നടത്താം. അപ്പം വിവാഹമോചനം നടത്തിയാൽ അയാൾ പറയുന്നത്, സാറേ ഈ പ്യൂബർട്ടി, അതായത് കുട്ടി പ്രായമാവുമ്പം മാത്രമേ ഇയാൾക്ക് തന്തയ്ക്ക് അവകാശമുള്ളൂ, അതുവരെ തള്ളയ്ക്ക് കസ്റ്റഡി കിട്ടും. സാറേ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് മാത്രമോ, ഇനി ഞാൻ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, യാതൊരു മുതലും വാങ്ങിച്ചിട്ടില്ല. അവളുടെ സ്വർണ്ണമൊക്കെ ലോക്കറിൽ തന്നെ ഉണ്ട്, അവളുടെ കയ്യിലിരിക്കുകയാണ്. പക്ഷേ അത് എൻ്റെ കയ്യിലാണെന്നും പറഞ്ഞ് ഇനി അതിനും കേസ് കൊടുക്കും. റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ടല്ലോ, അതനുസരിച്ച് അവൾ ചോദിക്കുന്നതൊക്കെ ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്ക് വരും. അതുകൊണ്ട് ഇനിയും എന്താ ചെയ്യണ്ടേ, വിവാഹം ഞാൻ ഒഴിയാതെ ഞാൻ ഇത് അങ്ങ് കഷ്ടപ്പെട്ട് ഇനി അങ്ങ് കഴിയാം, അല്ലാതെ ഞാൻ എന്ത് ചെയ്യും. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല, എനിക്ക് ആഹാരം ഒന്നും ഉണ്ടാക്കി തരത്തില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് ഈ മോള് കഴിക്കുന്നത്. അയാൾ പറയുന്നതാണ്. ഇവിടെ തോന്നിവാസം പോലെ നടക്കും. എന്തു ചെയ്യും? ഇതൊരു വലിയ പീഡനമല്ലേ, ഇതും പുരുഷ പീഡനമല്ലേ ഉണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ രാഹുൽ ഈശ്വറും ഞാനുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധമുള്ളവരാണ്. ഞങ്ങൾ ഒരുപാട് മീറ്റിങ്ങുകളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് ചർച്ചകളിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്, ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്നെ വളരെ നല്ല രീതിയിൽ നല്ല റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരാളാണ്, ഒരു അഭിഭാഷകനുമാണ്. ഇതേപോലെ തന്നെ രാഹുൽ ഈശ്വറിന് ഇങ്ങനെ ഈ പുരുഷ പീഡനത്തിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം നടക്കും. എന്നെയും വിമർശിച്ചിട്ടുണ്ട് രാഹുൽ ഈശ്വർ. അതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല. കാരണം ഞാൻ ഒരു ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു ലേഡി കഷായം കലക്കി ഒരുത്തന് വിഷം കലക്കി കൊന്നല്ലോ. അതിൻ്റെ ശിക്ഷ ഞാൻ പറഞ്ഞ, അത് പല കാര്യങ്ങളും കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ അതിൻ്റെ നിയമം പറഞ്ഞതാണ്. ആ ശിക്ഷ കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞു, സത്യമാണ്. ഞാനിപ്പോഴും അതങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അത് ഞാൻ പറഞ്ഞതിന് രാഹുൽ ഈശ്വർ എന്നെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ചർച്ചയ്ക്കൊക്കെ ഇരുന്നിട്ടുണ്ട്. എനിക്കതിലൊന്നുമില്ല. കാരണം വിമർശിക്കുക എന്ന് പറയുന്ന ഒരാളുടെ അവകാശമാണ്, ഞാനതിന് കുറ്റമൊന്നും പറയത്തില്ല. അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ മറ്റൊരാളുടെ അഭിപ്രായം എനിക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ, എൻ്റെ കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞപ്പോൾ അന്ന് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ സുഹൃത്ത് ആലപ്പി അഷറഫ് പറഞ്ഞ ഒരു കാര്യം കേട്ട് ഞാൻ ചിരിച്ചുപോയി കേട്ടോ. ഒരാളുടെ ഗർഭത്തിന് മറ്റൊരാൾ പോയി ജയിലിൽ കിടക്കുന്ന ആദ്യമായിട്ട് കാണുകയാണെന്ന് പറഞ്ഞു. ശരിയാണ്. ഇപ്പം അതല്ലേ രാഹുൽ ഈശ്വറിന് ഇതിൽ ആർക്കാ എന്താ സംഭവിക്കുന്നത്? രാഹുൽ ഈശ്വർ പറയുന്ന പ്രശ്നങ്ങൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പുരുഷപീഡനം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതുണ്ട്. പക്ഷേ സ്ത്രീ പീഡനത്തിൻ്റെ ഓളം വരികയില്ല പുരുഷപീഡനം, അത്രയില്ല. അപ്പോൾ പക്ഷേ ഇതില്ല എന്ന് പറയാനും പറ്റത്തില്ല. ഞാനിത് ഒരുപാട് കാണുന്നതാണ്. ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെ പീഡിപ്പിക്കുമോ? ഒരിക്കലുമില്ല. അത് അവരങ്ങനെ ആവുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പലർക്കും മാനസിക രോഗം കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് വരും. ഈ രണ്ടാമത് ഒരു സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും താമസിച്ചിട്ടൊന്നുമില്ല, അത് എന്നെ ഒഴിഞ്ഞങ്ങ് പോയി എന്ന് പറഞ്ഞിട്ട് അവർ മോചിതയായിട്ട് നിൽക്കും. ഈ വിവാഹം ആലോചിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇനി ഇവരെ വീണ്ടും കല്യാണം കഴിക്കാൻ ഒരാൾ വന്നാൽ അയാൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒഴിഞ്ഞു പോയ ആളുണ്ടല്ലോ അയാളെ ഒന്ന് കണ്ടുപിടിക്കണം. ഇവരെ വെർഷൻ ഒരുപാട് പറയും.
അയാളെ കണ്ടുപിടിച്ചിട്ട് ചെന്ന് അയാളടുത്ത് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ പലപ്പോഴും അതിൽ നിന്ന് സത്യം കിട്ടും. എന്താ കാര്യമെന്ന്. അതേ വേറെ ചിലർ പറയും, അല്ല ഞാൻ പറയുന്നത് ശരിയല്ല, ഞാൻ അവരുമായിട്ട് ബന്ധമൊന്നുമില്ല, എനിക്ക് വേണ്ടാന്ന് തോന്നിയാൽ അങ്ങനല്ല. നിങ്ങളിങ്ങനെ വേണ്ടാന്ന് തോന്നി അങ്ങനെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ അന്തസ്സായിട്ട് വേറെ കല്യാണം കഴിച്ച് താമസിക്കുന്നത്. ഇപ്പം നിങ്ങളെന്താ അതുപോലെ വേണ്ടാതെ പോകാതെ നേരത്തെ അങ്ങനെ എന്താ പോയത് എന്നുള്ളത് ചോദിച്ചും മനസ്സിലാക്കണം ഇതെന്താണെന്ന്. അപ്പോൾ ഇത് പലർക്കും ഈ മനോരോഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുരുഷനാണെങ്കിൽ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി അവരെ കാല് പിടിച്ചു ഈ അച്ഛൻ്റെ അമ്മയെടുത്ത്, ഇവർക്ക് ഇതിന് സുഖമില്ലാത്തതാണ്, നിങ്ങളും കൂടെ വരണം, കൊണ്ടുപോകണം. അവക്കൊരു കുഴപ്പമില്ല, തീർന്നു. എന്ത് ചെയ്യാനൊക്കും? ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇയാളിപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ്. ആ രീതിയിൽ പോകുന്ന ആളുകൾ ഉണ്ട്. ഒന്നും ചെയ്യാനൊക്കത്തില്ല, ഉണ്ട്, ഇല്ലെന്നില്ല. പക്ഷേ രാഹുൽ ഈശ്വർ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നഷ്ടം ആർക്കാ? ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുകയാണ്, അവിടെ പട്ടിണിയും കിടക്കുന്നുണ്ട്. വല്ല കാര്യമുള്ളതാണോ? നഷ്ടം അൾട്ടിമേറ്റ്ലി ആർക്കാണ്? രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനുമാണ് ഈ നഷ്ടം. ഇത് രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന കാരണം. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ നിയമങ്ങളില്ലേ, നിയമങ്ങളിലിപ്പോൾ ഒരു അതിജീവിതയായ ഒരു സ്ത്രീ അവരെ ഐഡൻറ്റിറ്റി വെളിവാത്തക്കണ്ണമുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല. അപ്പോൾ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, തൊട്ട് കാണിച്ചാൽ പോരെ. പേര് പറയുന്നതിന് വേറെ ആരെങ്കിലും ഇന്നാരിത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി വെളിവാകത്തക്ക വിധം പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ പോരെങ്കിൽ നോക്കിയിരിക്കുക. കാര്യം ഇലക്ഷൻ അല്ലേ, രാഹുൽ ഈശ്വറെങ്കിലും അകത്തിട്ടാൽ അത്രയും ഒരു മൈലേജ് അല്ലേ. സ്ത്രീകൾക്കെതിരെ ഞങ്ങൾ വളരെ പറയുന്നവനെ എല്ലാം ഞങ്ങൾ റെഡിയാക്കും. അവരുടെ ആളുകളെയൊന്നും അവർ ശരിയാക്കത്തില്ല. നിങ്ങളെയും നിങ്ങളോടൊപ്പമുള്ള ആളുകളെയൊക്കെ തകർക്കാൻ വരത്തുള്ളൂ. വേറെ അവർക്ക് എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അവരുടെ ആളുകളെ സംരക്ഷിച്ചോളും. അവർക്ക് അവരുടേതായ പാർട്ടിയുണ്ട്, കോടതിയുണ്ട്, അവരുടെ കോടതിയാണ്. അല്ലാതെ ഈ വെളിയിലുള്ള നമ്മുടെ യഥാർത്ഥ ജുഡീഷ്യറി അതിലൊന്നും അവർക്ക് വിശ്വാസമില്ല, പോവുകയല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.